ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ ആ മഹാനുഭാവന്റെ മയ്യത്ത് കുളിപ്പിച്ചവര് കാണുന്നത് വല്ലാത്ത ഓരമുള്ള കൈകൾ. അവര് നോക്കി ഇതൊരു തങ്ങളെ കുട്ടിയാണ്, ഇതൊരു വലിയ ആലിമാണ്, ഇതൊരു ഉന്നതനായ സയ്യിദാണ്, സൈനുൽ ആബിദീൻ എന്ന് പറയുന്നു. ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാർ, അവരുടെ അലങ്കാരം ഇബാദത്തിന്റെ ആളുരൂപമാണ് ഇമ്മഹാന്റെ പേരും ജീവിതവും. പിന്നെ എങ്ങനെ ഈ മനുഷ്യന്റെ പുറത്ത് തഴമ്പ്, എങ്ങനെ ഈ കൈകൾക്ക് ഇത്രയും ഉരം വന്നു ചേരുന്നത്? ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ പിന്നെ മനസ്സിലായി, ആ മഹാനുഭാവൻ ജീവിക്കുന്ന കാലത്ത് രാവിലെ വിധവകളുടെയും യതീമുകളുടെയും വീട്ടിന്റെ മുന്നിൽ നല്ല കിറ്റ് വന്നിറങ്ങും. ആ കിറ്റിൽ ഗോതമ്പും എണ്ണയും ഉണ്ടാകും. ചില വീടുകളിൽ ഭക്ഷണത്തിന്റെ കിറ്റ് രാവിലെ എത്തും. സുബ്ഹാനല്ലാഹ്, കൊണ്ടുവച്ചത് ആരാണെന്ന് തിരിയൂല. പാതിരാവുകളിൽ ഈ മഹാൻ പാവങ്ങൾ താമസിക്കുന്നിടത്ത് കിറ്റ് എത്തിക്കുകയാണ്. കിറ്റ് ഇന്നയാള് തന്നു എന്ന് പിന്നെ നമ്മൾ ചമ്മണ്ട വിഷമിക്കണ്ട. പിന്നെ വോട്ട് അതിന്റെ പേരൊന്നും പറഞ്ഞ് ആരും വരണ്ട. വാങ്ങുന്നവർക്കും വിഷമം വേണ്ട, കൊടുക്കുന്നവർക്കും ആ പ്രയാസമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ വീട്ടിന്റെ മുൻവാതിൽക്കൽ ആരെന്നറിയില്ല രാത്രിയിൽ കൊണ്ടുവയ്ക്കുന്ന ഇത്തരം കിറ്റുകൾ പ്രായമുള്ള ഉമ്മമാരെ വീട്ടിൽ വിഴുപ്പ്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ രാത്രിയിൽ വന്നാരോ എടുത്തോണ്ട് പോകുന്നു. 1-2 ദിവസം കഴിയുമ്പോൾ നന്നായി വൃത്തിയാക്കി മടക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. പടച്ചവനെ, ഇത് പിന്നെ പെട്ടെന്നൊരു ദിവസം നിന്നുപോയി. പിന്നെ ആ പരിപാടിയൊക്കെ മുടങ്ങിപ്പോയി. ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്, ഇത് എത്ര കാലമായി? കുറെ കാലമായി. ഇതെന്നാണ് നിന്നുപോയത്? അത് ജനങ്ങൾ കണക്ക് കൂട്ടി. അതേ, അലി സൈനുൽ ആബിദീൻ തങ്ങൾ മരിച്ചില്ലേ, അന്നാണ് ഇത് മുടങ്ങിപ്പോയത്. സുബ്ഹാനല്ലാഹ്, പിന്നെ മനസ്സിലായി, ആ പുറത്തെ നല്ല നല്ല തഴമ്പുകൾ, വണ്ടി വലിച്ച വലിയ മനുഷ്യന്മാരെ കൈയാണ് ആ കൈകൾ. അതിൻ്റെ ഒക്കെ കാരണം ഇപ്പോൾ മനസ്സിലായി. ഗോതമ്പിന്റെ ചാക്കുകൾ, എണ്ണ നിറച്ച വീപ്പകൾ, വലിയ വലിയ വസ്ത്രങ്ങളുടെ അലക്കിത്തേച്ച നല്ല നല്ല കെട്ടുകൾ, ഈ കിറ്റുകളൊക്കെ പാതിരാവുകളിൽ, ഊടുവഴികളിൽ, വീട്ടുമുറ്റങ്ങളിൽ, വരാന്തകളിൽ കൊണ്ടുവന്നു വെച്ചത് അല്ലാഹ് വേറെ ആരുമല്ല, തങ്ങള് കുട്ടിയാണ്, റസൂലുള്ളാഹിന്റെ ചോരയാണ്. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു, റിസാലത്ത് അത് വെക്കേണ്ട കുടുംബത്തിലാണ് അല്ല വെച്ചത്. അതിന്റെ പാരമ്പര്യക്കാര് വലിയ മഹാന്മാര് തന്നെ, അഹ്ലുബൈത്ത് വലിയ മഹാന്മാര് തന്നെ. ആ അഹ്ലുബൈത്തിന്റെ മുഖത്തു നോക്കി തമ്മാടിത്തം വിളിക്കുന്നവരില്ലേ? ആ അഹ്ലുബൈത്തിന്റെ മുഖത്തു നോക്കി വേണ്ടാത്തത് പറയുന്നവരില്ലേ? അങ്ങനെ ഒരു ജന്തു പറയുമ്പോ തിരുത്താൻ പലർക്കും തോന്നുന്നില്ല, നടപടിയെടുക്കാൻ പലർക്കും കഴിയുന്നില്ല. തെരുവിൽ പഠിപ്പിച്ചത് അങ്ങനെ ഒരു സംസ്കാരമോ? എന്തൊരു നാശമാണ്, എത്ര വൃത്തികെട്ടുപോയ സാഹചര്യമാണ്. ഞാനതെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയുന്നു. മദീനത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. പ്രസംഗ നേരത്തൊരു ചെറിയ തങ്ങളുകുട്ടി വന്നിട്ട് പറയുന്നു, ഇബ്നുൽ ഖത്താബ് യാ അമീറൽ മുഅ്മിനീൻ, ഖത്താബിന്റെ മകനായ ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, നിങ്ങൾ പ്രസംഗിക്കുന്ന മെമ്പർ എന്റെ വാപ്പന്റേതാണല്ലോ, നിങ്ങളിരിക്കുന്ന കസേര എന്റെ ബാപ്പയുടേതാണല്ലോ. അലി ഇബ്നു അബീ താലിബ് തങ്ങളെ മകന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. അന്നൊരു ചെറിയ കുട്ടിയാണ്. ബാപ്പ എന്ന് പറഞ്ഞത് മുത്തുനബി തങ്ങളെ പറ്റിയാണ്. മുത്തുനബി തങ്ങളുടെ കസേര, മുത്തുനബി തങ്ങളുടെ പ്രസംഗപീഠം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ സംസാരിക്കുമ്പോ ഈ തങ്ങൾ കുട്ടി അതിങ്ങനെ വന്നു പറഞ്ഞപ്പോൾ, ഞാനാണടാ ഭരണാധികാരി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ല. അമീറുൽ മുഅ്മിനീനാണടോ ഞാന്,
പോടാ പുറത്ത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ല. 22 ചതുരശ്ര ലക്ഷം കിലോമീറ്റർ വിസ്താരമുള്ള ഇസ്ലാമിക് ടെറിട്ടറിയുടെ എല്ലാമായ കുലപതിയാണ്, ദളപതിയാണ്. ഇലക്ഷനെ പേടിയില്ല, ഹൈക്കമാൻഡിനെ പേടിയില്ല, സ്ഥാനനഷ്ടത്തെക്കുറിച്ച ഭീതിയില്ല. എല്ലാ അധികാരങ്ങളുമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് ഈ തങ്ങൾ കുട്ടിയെ കയ്യും കാലും കൂട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നു, കസേരയിൽ നിന്ന് ഇറങ്ങുന്നു, ഈ ചെറിയ കുട്ടിയെ കോരിയെടുക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, 2 കവിളത്തും നെറുകയിലും ചുംബിക്കുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ലൈസലി ഖത്താബിൻ ശൈഅ് വലാ ലി ഉമർ ഇബ്നിഹി ശൈഅ്. എൻ്റെ ബാപ്പ ഖത്താബിന് ഒരു ചുക്കുമുണ്ടായിരുന്നില്ല, ഈ ഉമറിനും ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായിരുന്നില്ല. മുഴുവനും തന്നത് നിങ്ങളാണ്, നബി കുടുംബമാണ്. ഹൽ അംബതൽ അശ്ആറ ഫീ റൂസിനാ ഇല്ലാ അൻതും. ഞങ്ങളെ തലയിൽ മുടി കിളിർപ്പിച്ചു തന്നത് നിങ്ങളല്ലേ. വഹൽ അംബതൽ അസ്നാന ഫീ അഫ്വാഹിനാ ഇല്ലാ അൻതും. ഞങ്ങളെ വായിൽ പല്ല് മുളപ്പിച്ചു തന്നത് നിങ്ങളല്ലേ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഈ കസേരക്ക് അർഹര് നിങ്ങളാണ്. ഈ പ്രഭാഷണ പീഠത്തിന്റെ എല്ലാ പവറും നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ആ തങ്ങൾ കുട്ടിയെ മുത്തം കൊടുത്ത് ശ്വാസം മുട്ടിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങന്മാരെ മാതൃക, അവരെ സ്ഥാനം, അവരെ മഹത്വം ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. ആ തങ്ങൾമാരെ കബീലയിൽപ്പെട്ട ആളാണ്. ദിഫാഴി ശൈഖ് ആ കബീലയിൽപ്പെട്ട ആളാണ്. അജ്മീറിലെ ഖാജ തങ്ങൾ ആ ചോരയിൽ വിരിഞ്ഞവരാണ്. അവര് ലോകത്തെല്ലായിടത്തും വിത്തിട്ടു. അവരെല്ലാ നാടുകളിലും ഔലിയാക്കളെ മുളപ്പിച്ചു. അവര് കേരളത്തിന്, ഇന്ത്യക്ക് ഓരോരോ നാടുകളിൽ ഓരോരോ കാലങ്ങളിൽ നമുക്കാവശ്യം അഭയകേന്ദ്രങ്ങളെ കാണിച്ചു തന്നു. ആ അഭയകേന്ദ്രങ്ങളിൽ 20-ാം നൂറ്റാണ്ട് ശരിക്കും സന്തോഷിച്ചു. മഹാനായ CM വലിയുല്ലാഹി, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവനെ കണ്ടവർ ഭാഗ്യവാന്മാർ. അത് അവിടുന്ന് തന്നെ നമുക്ക് തന്ന ബിശാറത്താണ്. ലഹുമുൽ ബുശ്റ, അവർക്ക് ആ ബിശാറത്ത് നൽകാനുള്ള അവകാശമുണ്ട്. പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ലഹുമുൽ ബുശ്റ, അവർ ബിശാറത്ത് തന്നാൽ ഇൻദ റബ്ബിഹിം, അത് അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലാണ്, മക്തൂബാണ്, ഉറപ്പാണ്. ആ മഹത്തുക്കളെ കണ്ടു. നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ള കണ്ണുകളാണ്. ആ മഹത്തുക്കളെ നാം വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം.